ഭാവിയുടെ വ്യോമ സുരക്ഷ ഏത് വഴിക്കാണ് നീങ്ങുന്നത്? ലോകത്തിലെ വൻ ശക്തികളെല്ലാം ഇപ്പോൾ ഉറ്റുനോക്കുന്ന ആ വിപ്ലവകരമായ സാങ്കേതിക വിദ്യ എന്താണ്? ഇക്കഴിഞ്ഞ ഫാൻബറോ ഇന്റർനാഷണൽ എയർ ഷോയിൽ ലോകം മുഴുവൻ ഒരു കാര്യം ഉറപ്പിച്ചു. ഇനി വരാൻ പോകുന്നത് വെറും ഒരു യുദ്ധവിമാനത്തിന്റെ മാത്രം കാലമല്ല, മറിച്ച് മനുഷ്യന്റെ ബുദ്ധിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൈകോർക്കുന്ന ഒരു പുതിയ ആകാശ യുഗം തന്നെയാണ് എന്നത്. ഈ വലിയ സാങ്കേതിക വിപ്ലവത്തിൽ നമ്മുടെ ഇന്ത്യ ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാരഥ്യത്തിൽ നമ്മുടെ ഭാരതം എങ്ങനെയാണ് ഈ രംഗത്ത് പുതിയ ചരിത്രം കുറിക്കാൻ ഒരുങ്ങുന്നത്? അറിയുക, ഇന്ത്യയുടെ ആകാശങ്ങൾക്ക് കാവലായി ഇനി വരുന്നത് മനുഷ്യർ നിയന്ത്രിക്കാത്ത, എന്നാൽ പൈലറ്റിനൊപ്പം ഒരു നിഴൽ പോലെ പറക്കുന്ന അതീവ ശേഷിയുള്ള CCA അഥവാ കൊളാബറേറ്റീവ് കോംബാറ്റ് എയർക്രാഫ്റ്റുകൾ. ഇതൊരു ചെറിയ മാറ്റമല്ല, ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ എക്കാലത്തെയും വലിയ കുതിച്ചുചാട്ടം തന്നെയാണ്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. സാധാരണ നമ്മൾ കാണുന്ന ഡ്രോണുകളോ റിമോട്ട് വിമാനങ്ങളോ അല്ല ഇവ. കൊളാബറേറ്റീവ് കോംബാറ്റ് എയർക്രാഫ്റ്റ് CCA എന്ന് പറഞ്ഞാൽ നമ്മൾ പൈലറ്റ് പറത്തുന്ന പ്രധാന വിമാനത്തോടൊപ്പം, അതായത് ക്രൂഡ് എയർക്രാഫ്റ്റ്, കൂട്ടാളിയായി പറക്കുന്ന ഒരു സ്മാർട്ട് എയർക്രാഫ്റ്റ് ആണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആകാശത്ത് നമ്മുടെ ഒരു പ്രധാന വിമാനം പറക്കുമ്പോൾ അതിന് ചുറ്റും 2 or 3 സ്വയം നിയന്ത്രിത CCA വിമാനങ്ങൾ ഒരു രക്ഷാകവചമായി ഉണ്ടാകും എന്ന ഒരു സാഹചര്യം. നമ്മുടെ പൈലറ്റിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇവ സ്വയം ലക്ഷ്യങ്ങൾ കണ്ടെത്തുകയും പ്രധാന വിമാനത്തിന് തടസ്സങ്ങളില്ലാതെ ദൗത്യം പൂർത്തിയാക്കാൻ വഴിയൊരുക്കുകയും ചെയ്യും. അതായത് പൈലറ്റിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം നമ്മുടെ വ്യോമസേനയുടെ കപ്പാസിറ്റി 5 മടങ്ങ് വരെ ഉയർത്താൻ ഇവയ്ക്ക് കഴിയുമെന്നതാണ്. ഇന്ന് ലോകത്തിലെ വൻ ശക്തികളായ അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവരെല്ലാം ഈ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ വലിയ നിക്ഷേപമാണ് നടത്തുന്നത് കേട്ടോ. അമേരിക്കയുടെ സ്വകാര്യ കമ്പനികളും ഓസ്ട്രേലിയയുടെ ഗോസ്റ്റ് ബാറ്റ് പ്രോജക്റ്റുകളുമെല്ലാം ഇതിന് ഉദാഹരണം തന്നെയാണ്. പക്ഷേ ഇവിടെയാണ് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ നീക്കം നമ്മൾ കാണേണ്ടത്. ഭാവിയിലെ 6ാം തലമുറ, അതായത് 6th ജനറേഷൻ വിമാനങ്ങൾ സ്വന്തമാക്കാൻ വലിയ തുക ചെലവാക്കേണ്ടി വരുമ്പോൾ മോദി സർക്കാരിന്റെ പുതിയ പ്രതിരോധ നയം ഇന്ത്യക്ക് നൽകുന്നത് വലിയൊരു മേൽക്കൈ തന്നെയാണ്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ സുരക്ഷയോടെ ആകാശത്ത് പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കാൻ CCA സാങ്കേതിക വിദ്യ ഇന്ത്യയെ സഹായിക്കുമെന്നതാണ്. ഇന്ത്യൻ വ്യോമസേനയെ ലോകത്തിലെ ഏറ്റവും മികച്ച സേനയാക്കി മാറ്റാൻ നരേന്ദ്രമോദി സർക്കാർ ശക്തമായ നീക്കങ്ങളാണ് നടത്തുന്നത്. ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ കേവലം വിദേശ വിമാനങ്ങളെ മാത്രം ആശ്രയിക്കാതെ ഇന്ത്യയിൽ തന്നെ ഇത്തരം സാങ്കേതിക വിദ്യകൾ നിർമ്മിക്കാനാണ് തീരുമാനം. നമ്മുടെ DRDOയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും അതോടൊപ്പം ഇന്ത്യയിലെ മുൻനിര സ്വകാര്യ സാങ്കേതിക കമ്പനികളും കൈകോർത്തുകൊണ്ട് ഇന്ത്യ സ്വന്തമായി ലോയൽ വിങ്മാൻ പ്രോജക്റ്റുകൾ വേഗത്തിലാക്കുകയാണെന്ന വലിയ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. നമ്മുടെ അതിർത്തികളിൽ ഏതുതരം വെല്ലുവിളികൾ ഉണ്ടായാലും നമ്മുടെ പൈലറ്റുമാരുടെ ജീവന് യാതൊരുവിധ അപകടവും വരാതെ അത്യാധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ഭാരതത്തിന് ഇനി സാധിക്കുമെന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് പുതിയ ഇന്ത്യയുടെ കിടിലൻ സാങ്കേതിക കരുത്ത്. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ ഒരു CCA വിമാനത്തിന് പ്രധാനമായും 4 തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സിഗ്നൽ കവറേജ് കൂട്ടൽ. പ്രധാന വിമാനത്തിന് വളരെ മുൻപേ പറന്ന വഴിയിലെ വിവരങ്ങളും വിവരശേഖരണവും കൃത്യമായി പൈലറ്റിന് എത്തിച്ചു കൊടുക്കാനാകും. അതുപോലെ തന്നെ ആശയവിനിമയ തടസ്സങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഒരു പാലമായി, ഒരു ബ്രിഡ്ജായി അത് പ്രവർത്തിക്കുമെന്നതാണ്. അതുപോലെ തന്നെ ശത്രുക്കളുടെ റഡാറുകളെയും സിഗ്നലുകളെയും വഴിതിരിച്ചുവിട്ട നമ്മുടെ വിമാനങ്ങൾക്ക് പൂർണ്ണ സുരക്ഷ ഇവ ഉറപ്പാക്കും. അതുപോലെ തന്നെ പ്രധാന വിമാനത്തോടൊപ്പം കൂടുതൽ സാങ്കേതിക ഉപകരണങ്ങൾ വഹിച്ചുകൊണ്ട് പറക്കാനും ഇതിന് കഴിയും കേട്ടോ. ഇതിലൂടെ നമ്മുടെ പൈലറ്റിന് ഒരു സാധാരണ പൈലറ്റ് എന്നതിലുപരി ആകാശത്ത് വെച്ചൊരു വലിയ ടീമിനെ നയിക്കുന്ന ഒരു കമാൻഡറായി മാറാൻ സാധിക്കും എന്നതാണ്. തീർച്ചയായും ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഭാവിയിലെ വ്യോമ സുരക്ഷ എന്നത് കേവലം വിമാനങ്ങളുടെ എണ്ണത്തെ മാത്രം ആശ്രയിച്ചുള്ളതല്ല, മറിച്ച് എത്രത്തോളം സ്മാർട്ടായി കണക്റ്റഡായി നമ്മൾ പ്രവർത്തിക്കുന്നു എന്നതിലാണ് ഇനി കാര്യം. ഫാൻബറോ എയർ ഷോ നൽകുന്ന സൂചന വളരെ വ്യക്തവുമാണ്. ലോകം AI സാങ്കേതിക വിദ്യയിലേക്ക് മാറുമ്പോൾ ഭാരതം അതിലൊരു പടി മുന്നിൽ തന്നെയാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ദൂരക്കാഴ്ചയും നമ്മുടെ ശാസ്ത്രജ്ഞരുടെ അശ്രാന്ത പരിശ്രമവും ചേരുമ്പോൾ ഇന്ത്യയുടെ ആകാശ അതിർത്തികൾ എന്നത്തെക്കാളും സുരക്ഷിതമായി മാറാൻ പോവുകയാണ്. ഇന്ത്യയുടെ ഈ അതിവേഗ കുതിപ്പിനെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.